ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ലോ വർക്ക്ഷോപ്പ് സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 രണ്ട് സെക്ഷൻസ് ഒരുമിച്ച് ചോദിച്ച് ഒരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് ജൂൺ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ചെറിയ സെക്ഷൻസ് ഒരുമിച്ച് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മളത് എങ്ങനെയാണ് അത് ഡിക്കോഡ് ചെയ്തെടുത്ത് എങ്ങനെ ആൻസർ റെപ്രസെൻറ്റ് ചെയ്യാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കോ. ആർ ഓൺസ് എ ഇലക്ട്രോണിക് സ്റ്റോർ. ഓക്കെ, ഇലക്ട്രോണിക് സ്റ്റോറാണ് നമ്മുടെ ആറിനുള്ളത്. ഇവിടെ ആറ് ആദ്യത്തെ ആളാണ്. ഓക്കെ, പി വിസിറ്റഡ് ദ സ്റ്റോർ ടു ബൈ എ വാട്ടർ പ്യൂരിഫയർ പ്രൈസ്ഡ് അറ്റ് 54,000. 54,000-ൻ്റെ ഒരു വാട്ടർ പ്യൂരിഫയർ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പി വരുന്നു. ഓക്കെ, നെക്സ്റ്റ് ആളാണ് പി. ഓക്കെ, he specifically requested R for a purifier with copper filter. ഓക്കെ, കോപ്പർ ഫിൽറ്റർ ഉള്ള പ്യൂരിഫയർ വേണമെന്ന് സ്പെസിഫൈ ചെയ്തിട്ടാണ് പി ചെന്നേക്കണത്. ഓക്കെ, ആസ് പി വാണ്ടഡ് ടു ബൈ പ്യൂരിഫയർ ഓൺ ക്രെഡിറ്റിനാണ് പിക്ക് പ്യൂരിഫയർ മേടിക്കേണ്ടത്. വിത്ത് ഇൻറ്റൻഷൻ ഓഫ് പേയിങ് ഇൻ 9 ഈക്വൽ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ്. അല്ലേ, 9 ഈക്വൽ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സിൽ ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പി അവിടെ ചെല്ലണത്. ആരുടെ ആറിൻ്റെ കടയിൽ ചെല്ലുന്നത് വാട്ടർ പ്യൂരിഫയറിന് വേണ്ടിയിട്ടാണ്. കോപ്പർ ഫിൽറ്റർ വേണമെന്നാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ എന്താണ്, നമ്മുടെ ആർ അങ്ങോട്ട് പറഞ്ഞു, ആർ ഡിമാൻഡ്സ് എ ഗ്യാരണ്ടർ ഫോർ ദ ട്രാൻസാക്ഷൻ. ഓക്കെ, 9 മാസത്തെ ഇൻസ്റ്റാൾമെൻ്റ് അല്ലേ, എനിക്കൊരു ഗ്യാരണ്ടറിനെ വെച്ച് തരണം എന്ന് പറയണു. അപ്പം പിക്ക് ഒരു ഗ്യാരണ്ടർ വേണമെന്ന് ആർ പറയുകയാണ്. യെസ്, എ ഫ്രണ്ട് ഓഫ് പി കെയിം ഫോർവേഡ് ആൻഡ് ഗേവ് ദ ഗ്യാരണ്ടി ഫോർ പേയ്മെൻറ്റ് ഓഫ് വാട്ടർ പ്യൂരിഫയർ. വാട്ടർ പ്യൂരിഫയറിൻ്റെ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ആരാണ് ഗ്യാരണ്ടറായിട്ട് വന്നത്? എസ് അവിടെ വന്നു. പിയുടെ ഒരു ഫ്രണ്ടാണ് എസ്, വരുന്നു, ഗ്യാരണ്ടറായിട്ട് നിൽക്കുന്നു. അപ്പോൾ നോക്കിയോ, ഇതാരാണ്? നമ്മുടെ ക്രെഡിറ്ററാണ്. നമുക്കറിയാം കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതാരാണ്? പ്രിൻസിപ്പൽ ഡെപ്റ്ററാണ്, പുള്ളിക്കാരനാണ് പൈസ കൊടുക്കേണ്ടത്. ഇൻ കേസ് പി പൈസ കൊടുത്തില്ലെങ്കിൽ എസ് ആയിരിക്കും പൈസ കൊടുക്കുന്നത്. ഹി വിൽ ബി ദി ഷുവർട്ടി. ഇത് ഏതാണ്? നമ്മുടെ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി അല്ലേ? ഒരു ഗ്യാരണ്ടറിനെ കൊണ്ടുവന്ന കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി വരുമല്ലേ? എനിവേ, ബാക്കി നോക്കാം. ക്വസ്റ്റ്യൻ ഡീകോഡ് ചെയ്തെടുത്തപ്പോൾ നമുക്ക് ഇത്ര ഇൻഫർമേഷൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഓരോ സെൻറ്റൻസ് വായിക്കുമ്പോൾ ഇങ്ങനെ ഡീകോഡ് ചെയ്ത് പോവാം. അടുത്ത, ആർ സോൾഡ് പി എ വാട്ടർ പ്യൂരിഫയർ ഓഫ് എ സ്പെസിഫിക് ബ്രാൻഡ്. ഒരു സ്പെസിഫിക് ബ്രാൻഡിൻ്റെ ഒരു വാട്ടർ പ്യൂരിഫയർ ആർ പിക്ക് സെല് ചെയ്തു. പി മെയ്ഡ് 4 മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് അല്ലേ? പി 4 മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ് പേ ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ബിക്കേം ഇൻസോൾവെൻറ്റ് അല്ലേ? 9 ഇൻസ്റ്റാൾമെൻ്റ് ആണ് പറഞ്ഞിരുന്നത്. 4 കഴിഞ്ഞപ്പോഴേ നമ്മുടെ പി ഇൻസോൾവെൻ്റ് ആയിപ്പോയി. അതിൻ്റെ അർത്ഥം എന്താ? ബാക്കി ആരായിരിക്കും കൊടുക്കേണ്ടത്? ഷുവർട്ടി ആയിരിക്കും. അങ്ങനല്ലേ നമ്മുടെ പ്രൊവിഷൻ? അതെ. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഇവിടെ ഗ്യാരണ്ടി പറയുന്നു. അപ്പോൾ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എന്താണ് പറയുന്നതെന്ന് ചിന്തിക്കുക, എന്താണ് അവിടുത്തെ പ്രൊവിഷൻ എന്ന് ചിന്തിക്കുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ ആദ്യമേ നമ്മൾ ഡീകോഡ് ചെയ്ത് പോവുക. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ വിത്ത് ദ റെഫറൻസ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 the liability of S as a guarantor to pay the balance price of the water purifier to R. അപ്പോൾ എത്ര രൂപയായിരിക്കും കൊടുക്കേണ്ടത്? എസ് കൊടുക്കണോ? ഗ്യാരണ്ടർ ആയിട്ടിരിക്കുമ്പോൾ കൊടുക്കണോ എന്നൊക്കെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 അനുസരിച്ച് പറയാം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് പറഞ്ഞേക്കുന്നത്. ഇത് ഫസ്റ്റ് പാർട്ട്. അപ്പോൾ നമുക്കിവിടെ അറിയാം, നമ്മൾ ഡീകോഡ് എടുത്തപ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? ആർ ക്രെഡിറ്ററാണ്, പി പ്രിൻസിപ്പൽ ഡെപ്റ്ററാണ്, എസ് ഷുവർട്ടി ആണ്. ഇവിടെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയാണ് നടക്കേണ്ടത്. പ്രൊവിഷൻ അനുസരിച്ച് എന്തൊക്കെയാണ് നടക്കേണ്ടതെന്ന്, നമുക്ക് എന്തൊക്കെയാണ് പ്രൊവിഷനിൽ എഴുതേണ്ടതെന്നും അനാലിസിസിൽ എഴുതേണ്ടതും കൺക്ലൂഷനിൽ എഴുതേണ്ടതും എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ ഇതിന് മുന്നിലത്തെ നമ്മുടെ വർക്ക്ഷോപ്പ് സെക്ഷൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സ്റ്റെപ്സും കാര്യങ്ങളെന്നൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ അറിയാമായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, 2 പാർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും എങ്ങനെ ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പം നോക്കിക്കോ, നമുക്കറിയാം, ഇപ്പം നമുക്ക് പ്രൊവിഷൻ എഴുതണം, അനാലിസിസ് എഴുതണം, കൺക്ലൂഷൻ എഴുതണം, അറിയാലോ. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യനിലും പ്രൊവിഷൻ എഴുതണം, അനാലിസിസ് എഴുതണം, കൺക്ലൂഷൻ എഴുതണം. നെക്സ്റ്റ് അടുത്ത പാർട്ടെന്ന് എഴുതിയിട്ട് വീണ്ടും പ്രൊവിഷൻ എഴുതണം, അനാലിസിസ് എഴുതണം, കൺക്ലൂഷൻ എഴുതണം. സിമ്പിൾ, നോർമലി ചിന്തിക്കുന്ന പോലെ തന്നെ എഴുതുക. അപ്പം
7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിനെ എങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കുന്നത്. ഇത് ഫസ്റ്റ് പാർട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ ബി യുവർ ആൻസർ if R solve the water purifier misrepresenting it as having a copper filter while it actually has a normal filter? അല്ലേ, നമ്മുടെ പി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരന് കോപ്പർ ഫിൽറ്റർ വേണം. പക്ഷെ നമ്മുടെ ആർ എന്ത് ചെയ്യും? മിസ്റെപ്രസെൻറ്റ് ചെയ്ത് ഒരു മെറ്റീരിയൽ ഫാക്റ്റ്, ആ വാട്ടർ പ്യൂരിഫയറിൻ്റെ ഒരു മെറ്റീരിയൽ ഫാക്റ്റ് ആയിട്ടുള്ള കോപ്പർ ഫിൽറ്റർ അല്ല, നോർമൽ ഫിൽറ്റർ ഉള്ളൊരു വാട്ടർ പ്യൂരിഫയർ ആണ് പിക്ക് വിറ്റതെങ്കിലോ എന്തായിരിക്കും നിങ്ങൾ ചെയ്യാൻ പോണത് എന്നാണ് അടുത്ത പാർട്ടിൽ ചോദിക്കുന്നത്. Neither P nor S as was aware of this fact, and upon discovering the truth, P refused to pay the price. In response of P's refusal, R filed the suit against S. അല്ലേ, R എസിന് അഗെയിൻസ്റ്റ് ഫയൽ ചെയ്യാണ്, സ്യൂട്ട് ഫയൽ ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഗ്യാരണ്ടർ അല്ലേ എസ് പൈസ തരണം എന്ന് പറയണം. പി പൈസ കൊടുക്കില്ലെന്നും പറയുന്നു. അതായത് നിങ്ങൾ കോപ്പർ ഫിൽറ്റർ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ എനിക്ക് നോർമൽ ഫിൽറ്റർ തന്നില്ല, ഞാൻ ഇനി പൈസ തരത്തില്ല എന്ന് പറയുമ്പോൾ ആറ് ചെന്നിട്ട് എസ് അല്ലേ ഷുവർട്ടി, അപ്പോൾ എസിൻ്റെ പേരിൽ കേസ് കൊടുക്കുന്നു. ഇത് പറ്റുമോ? ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? മിസ്റെപ്രസെൻറ്റേഷൻ ചെയ്തത് ആറാണ്, ആറിന് ഇങ്ങനെ എസിനെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് നമ്മൾ സെക്കൻഡ് പാർട്ട് ഓഫ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളെല്ലാം മനസ്സിലാക്കി. രണ്ടാമത്തെ കേസിൽ എന്താണ്? ആറ് കോപ്പർ ഫിൽറ്ററിന് പകരം നോർമൽ ഫിൽറ്ററിൻ്റെ കാര്യം അറിഞ്ഞുകൊണ്ട് പിക്ക് വിൽക്കുന്നു. അപ്പം പി പറയുന്നു ഞാൻ പൈസ തരില്ല, നിങ്ങൾ മിസ്റെപ്രസെൻറ്റേഷനാണ് ചെയ്തത്. അപ്പോൾ ആറ് പറയുന്നു ഞാൻ എസിനെതിരെ കേസ് കൊടുക്കുന്നു. പറ്റുമോ? അപ്പം നമ്മൾ ഫുള്ളി ഡീകോഡ് ചെയ്തെടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ. രണ്ട് പാർട്ടും നമ്മൾ ഡീകോഡ് ചെയ്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം നമുക്കിനി ആൻസർ എങ്ങനെ ചെയ്യാം, ആൻസറിലേക്ക് എങ്ങനെ എത്താം എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പോണത് നോക്കിക്കോ. പ്രൊവിഷൻ എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, ഇത് ഏത് ക്വസ്റ്റ്യൻ്റെ ആണോ ആ ക്വസ്റ്റ്യൻ നമ്പറൊക്കെ എഴുതണം, മറക്കരുത്. ഏത് ക്വസ്റ്റ്യൻ്റെ ഏത് പാർട്ടാണെന്നൊക്കെ എഴുതുക. അപ്പോൾ നമുക്ക് അറിയാം, നേരത്തെ വീഡിയോസ് കണ്ടവർക്ക് അറിയായിരിക്കും. നമുക്കിപ്പോൾ സെക്ഷൻ അറിയാമെങ്കിൽ നമ്മൾ സെക്ഷൻ എഴുതണം, സെക്ഷൻ അറിയില്ലെങ്കിൽ എന്ത് എഴുതണം എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആസ് പെർ ദി പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 126 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, the contract of guarantee is the contract to perform. എന്താണ് പറയുന്നത്? ഒരു തേർഡ് പാർട്ടിയുടെ എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടിയോട് നമ്മുടെ ഗ്യാരണ്ടർ എന്തെങ്കിലും ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ എന്തെങ്കിലും ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യാനോ നമ്മുടെ ഷുവർട്ടി ഗ്യാരണ്ടി ചെയ്യുന്നതിനെയാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ പറയുന്നത്. അയാൾ ഡിഫോൾട്ട് ആയാൽ നമ്മുടെ തേർഡ് പേഴ്സൺ, അതായത് പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ ലയബിലിറ്റി ചെയ്യാനോ അല്ലെങ്കിൽ അയാളുടെ പേരിൽ എന്തെങ്കിലും ചെയ്യാനോ, എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യാനോ അല്ലെങ്കിൽ അയാളുടെ അടുത്ത് കൊടുത്തേക്കുന്ന എന്തെങ്കിലും ഒരു പ്രോമിസ് പെർഫോം ചെയ്യാനോ പറയുന്നതാണ് നമ്മുടെ ഈ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ നമുക്കറിയാം. അത് നമ്മൾ എഴുതുക. കോൺട്രാക്ട് പെർഫോം a promise or to discharge a liability of a third person in case of his ഡിഫോൾട്ട്. അല്ലേ, പുള്ളിക്കാരൻ ചെയ്തില്ലെങ്കിൽ ചെയ്തോളാം എന്ന് എഗ്രി ചെയ്യുന്നതിനെയാണ്, എഗ്രി ചെയ്ത ഒരു തേർഡ് പേഴ്സൺ ഷുവർട്ടി നിൽക്കുന്നതിനെയാണ് നമ്മൾ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ പറയുന്നത്. ഇനി ഒരു സെക്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. എന്താണ്? ഈ പ്രിൻസിപ്പൽ ഡെപ്റ്ററിൻ്റെ സെയിം രീതിയിലുള്ള സെയിം എക്സ്റ്റെൻറ്റ് വേറെ ഉള്ള ലയബിലിറ്റി തന്നെ ആയിരിക്കും ആർക്ക്? ഷുവർട്ടിക്ക്. അല്ലെങ്കിൽ അത് കോൺട്രാക്റ്റിൽ പറയണം. ഈ സെക്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഞാൻ ഇതിൽ ആഡ് ചെയ്യണില്ല. അത് സെക്ഷൻ 128 പറയുന്നത് അല്ലേ. സെക്ഷൻ 128 പറയുന്നുണ്ട് എന്താ, കോ എക്സ്റ്റെൻസീവ് ടു ദി പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ഷുവർട്ടിയുടെ എല്ലാ ലയബിലിറ്റീസും പ്രിൻസിപ്പൽ ഡെപ്റ്ററിൻ്റെ എത്ര എക്സ്റ്റെൻറ്റ് വരെ പോകുന്നുണ്ടോ അതുവരെ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ഞാൻ എഴുതാം. നമുക്ക് എന്തായാലും എഴുതാം. ആസ് പെർ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 128 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, the liability of the surety is co-extensive
principal debtor unless it is otherwise mentioned in the contract. അല്ലെങ്കിൽ ഇത് കോൺട്രാക്റ്റിൽ പറയണേക്ക് അത്രയും ലൈബിലിറ്റി ഇല്ലാന്ന്. അപ്പോൾ ഈ 2 സെക്ഷനാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതായത് നമ്മുടെ ക്വസ്റ്റിൽ ചോദിച്ചിട്ടുണ്ട് എസ് ഗ്യാരണ്ടർ ആണ്, അപ്പോൾ അയാൾക്ക് അത്രയും പൈസ കൊടുക്കണം. പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് എത്ര ലൈബിലിറ്റി ഉണ്ടോ അത്രയും ലൈബിലിറ്റി ആർക്ക് വരും, ഷുവർട്ടിക്ക് കൊടുക്കണം. അപ്പോൾ നമ്മളത് 2 സെക്ഷൻസ് കറക്റ്റായിട്ട് എഴുതാം. ഇനി നമുക്ക് അനാലിസിലോട് ചെല്ലാം. എന്താണ് ക്വസ്റ്റ്യനിൽ നടക്കുന്നത്? ദാറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ ദ അനാലിസിസ്. ഇവിടെ എന്താണ് നടക്കുന്നത്? നമ്മുടെ പി 4 ഇൻസ്റ്റാൾമെൻറ്റ് കഴിയുമ്പോഴത്തേക്കിന് ഇൻസോൾവെൻ്റ് ഇപ്പോൾ പുള്ളിക്കാരന് പൈസ കൊടുക്കാൻ പറ്റാണ്ടാവുകയാണ്. അപ്പം നമ്മുടെ മുന്നോട്ട് വരുന്നു. മുന്നോട്ട് വന്ന് പൈസ കൊടുക്കണോ വേണ്ടതെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. കൊടുക്കണം. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് ആദ്യം എഴുതാം. അനാലിസിസിൽ എഴുതാം. അനാലിസിസ് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. ഇൻ ദ ഗിവൺ കേസ് S has given guarantee for P's payment obligation towards ആരാണ്? ആർ അല്ലേ? എന്താണ്? എസ് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് പിയുടെ പേയ്മെൻറ്റിന് ആറിന് അല്ലേ? ആറിന് പി പേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഗ്യാരണ്ടി ആര് കൊടുത്തിട്ടുണ്ട്? എസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ 4 ഇൻസ്റ്റാൾമെൻറ്റ്സ് എന്ത് സംഭവിച്ചു? പി ബിക്കെയിം ഇൻസോൾവെൻറ്റ് അല്ലേ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നടന്നത്. എൻ്റെ ടി ഒക്കെ എഫ് പോലെ ഇരിക്കും, മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നടന്നത്. 4 ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആര്? പി ഇൻസോൾവെൻ്റ് ആയി. അടുത്ത നമുക്ക് അനാലിസിസ് ഇത്രയാണ് നടക്കുന്നത്. പി ഒരു സാധനം ചെയ്യുന്ന ആറിൻ്റെ അടുത്ത് നിന്ന് മേടിക്കുന്നു. പി 4 ഇൻസ്റ്റാൾമെൻറ്റ് കഴിയുമ്പം ഇൻസോൾവെൻ്റ് ആവുന്നു. എസ് ഷുവർട്ടിയാണ്. ഷുവർട്ടി പൈസ കൊടുക്കണോ വേണ്ടയോ? കൺക്ലൂഷനിലോട്ട് പാം. കൺക്ലൂഷൻ എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. ഞാൻ പറഞ്ഞു ഇത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 പാർട്ടും ഉണ്ട്. 2 പാർട്ടിൽ നമുക്ക് 2 മെയിൻ സെക്ഷൻസ് പറയുന്നുണ്ട്. കുഞ്ഞു സെക്ഷൻസ് ആണ്, എന്നാലും നമുക്കതിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. കുഞ്ഞു സെക്ഷനല്ലേ, അപ്പോൾ പ്രൊവിഷൻ നമുക്കറിയാവുന്ന ചെറിയ പ്രൊവിഷനാണ്. ആ ചെറിയ പ്രൊവിഷൻ നമുക്ക് അറിയാവുന്നത്ര എഴുതുക. അനാലിസിസ് നിങ്ങൾക്ക് പറ്റുന്നത്രയും സമയം കളയാണ്ട് കുറച്ച് ഇൻറ്റൻസ് ആയിട്ട് എഴുതുക. ഇൻറ്റൻസ് ആയിട്ട് വലിച്ചു എഴുതരുത്, കുറച്ച് ചെറുതാക്കി എഴുതുക. ആൻഡ് കൺക്ലൂഷനും അതുപോലെ വേണ്ട കാര്യങ്ങൾ എഴുതുക, വേണ്ടാത്ത കാര്യങ്ങളൊന്നും എഴുതി വെക്കരുത്. സോ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ പോയാലും നിങ്ങൾ ഈ 6 പോയിൻറ്റ്സ് എഴുതുമ്പോഴും നിങ്ങൾക്ക് 1 മാർക്ക് വെച്ചിട്ടായിരിക്കും കിട്ടുന്നത് അല്ലേ? അല്ലാണ്ട് അതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. സോ നിങ്ങൾക്ക് സമയം കളയാണ്ട് 7 മാർക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങനെ കിട്ടുമെന്നാണ് ഞാൻ ഈ പറയുന്നത്. ഒരുപാട് വാരി വലിച്ച് ക്വസ്റ്റ്യനുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ അനാലിസിസിൽ എഴുതി വെക്കാൻ നിൽക്കരുത്. അതുകൊണ്ടാണ് അനാലിസിസ് ഞാൻ വളരെ ചെറുതാക്കി എഴുതിയത്. നിങ്ങൾക്ക് ICAI പ്രൊവൈഡ് ചെയ്യുന്ന ആൻസർ കീയിലും ഈ അനാലിസിസ് വളരെ ചെറുതായിട്ടാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയ സെൻറ്റൻസ് ആക്കി അനാലിസിസ് എഴുതിയേക്കുന്നത്. വെറുതെ സമയം കളഞ്ഞിട്ട് 7 മാർക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. സോ അടുത്ത കൺക്ലൂഷനിലോട്ട് ചെല്ലുമ്പോൾ കൺക്ലൂഷനിൽ നമുക്ക് എന്താണ് നമുക്കറിയാം. എസ് എന്തുവരെ ഷുവർട്ടിയാണ്. പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് എത്രത്തോളം ഡെപ്റ്റ് ഉണ്ടോ, എത്രത്തോളം ലൈബിലിറ്റി ഉണ്ടോ അത് ഷുവർട്ടി പേ ചെയ്തിരിക്കണം. അപ്പോൾ 4 ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞ് ബാക്കിയുള്ള 5 ഇൻസ്റ്റാൾമെൻറ്റ് ആരടയ്ക്കണം? ഷുവർട്ടി തന്നെ അടയ്ക്കണം. അത് നമുക്ക് കൺക്ലൂഷനിൽ എഴുതാം. ഓൺ ദ ബേസിസ് ഓഫ് നമുക്കറിയാം കൺക്ലൂഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അനാലിസിസിൻ്റെ സെൻറ്റൻസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലും കഴിഞ്ഞ വീഡിയോസിലൊക്കെ നല്ല വ്യക്തമായിട്ട് നല്ല ക്ലിയറായിട്ട് പറയുന്നുണ്ട്. സോ നമ്മൾ സ്പീഡിന് എഴുതി പോവാണ്. ഇനി അങ്ങോട്ടെല്ലാ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അതേ സെൻറ്റൻസിൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ എഴുതി പോകുമ്പോൾ ഇതെല്ലാം മൈൻഡിൽ അപ്പം വന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ അപ്പം ഇത് എഴുതി പോകുന്നത്. ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ ഇപ്പം നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ഒരു 3 hours മുന്നേ എങ്കിലും കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഇത് ചെക്ക് ചെയ്യാനിരിക്കുന്ന പോലെയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. സോ നിങ്ങളത് എന്തായാലും ഇപ്പോൾ നോക്കുമ്പം എങ്ങനെ ആൻസർ എഴുതി പോകുമ്പം എങ്ങനെയാണ് സ്പീഡിന് എഴുതി പോകേണ്ടത്, ഏതാണ് ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് ഞാൻ ആദ്യം പറയാതെ തന്നെ ഇങ്ങനെ എഴുതുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഇതിലാണ് ഇങ്ങനെ എഴുതുന്നത്. സോ ഓൺ ദ ബേസ് ഓഫ് എന്നാണ് നമ്മുടെ കൺക്ലൂഷൻ സ്റ്റാർട്ട് ആവേണ്ടത്. അനാലിസിസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ആവേണ്ടത്? ഇൻ ദ ഗിവൺ കേസ്. അപ്പം നമ്മുടെ പ്രൊവിഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അക്കോർഡിംഗ് ടു ദി സെക്ഷൻ. നിങ്ങൾക്ക് സെക്ഷൻ അറിയില്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദ റെലവൻറ്റ് സെക്ഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ എഴുതി പോകുന്നത്. അറിയത്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എഴുതേണ്ടത്. കൺക്ലൂഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഓൺ ദ ബേസിസ് ഓഫ് ദ ഗിവൺ പ്രൊവിഷൻ. അല്ലെ, നമ്മൾ മുന്നേ എഴുതിയ പ്രൊവിഷൻ അനുസരിച്ച് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ കൺക്ലൂഷൻ എത്തേണ്ടതാണ് നമ്മൾ കൺക്ലൂഷൻ എഴുതുന്നത്. ഓൺ ദ ബേസ് ഓഫ് ദ ഗിവൺ പ്രൊവിഷൻ is a surety of P, and when P become insolvent,
S is liable to pay P is liability. Therefore, S have to pay the balance amount to R. അല്ലേ? എത്ര രൂപയായിരിക്കും? ഓക്കെ, എത്ര രൂപ നിങ്ങൾ കറക്റ്റ് എഴുതണമെങ്കിൽ കറക്റ്റ് എഴുതാം. നിങ്ങൾക്ക് അതിൽ മാർക്ക് കിട്ടും. ഇപ്പോൾ എത്ര 54,000 ആയിരുന്നു. അതിനകത്ത് നിന്ന് 4 ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തു എന്ന് പറയുന്നത് അല്ലേ? 4 ഇൻസ്റ്റാൾമെൻറ്റ് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് അല്ലേ? 9 ഇൻസ്റ്റാൾമെൻറ്റ്സ്. അപ്പോൾ എത്ര 6,000 രൂപ വെച്ചിട്ടായിരിക്കും 9 ഇൻസ്റ്റാൾമെൻറ്റ്സ്. 4 എണ്ണം കൊടുത്തു. അപ്പോൾ ബാക്കി എത്രയാണ്? റുപ്പീസ് 30,000 അല്ലേ? അപ്പം ഇതാണ് നിങ്ങൾ കൺക്ലൂഷനിൽ എഴുതേണ്ടത് അല്ലേ? ആ എസ് ലയബിളാണ് പേ ചെയ്യാൻ ബാലൻസ് എമൗണ്ട് ആറിന്, ബാക്കി ഇൻസ്റ്റാൾമെൻറ്റ്സ് അല്ലേ? ഇത്രയാണ് നമുക്ക് എഴുതേണ്ടത്. ഇനി സെക്കൻഡ് കേസിലോട്ട് പോകുമ്പം നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി, വേറെ ഒന്നും എഴുതണ്ട. ഇൻ ദി സെക്കൻഡ് സിറ്റുവേഷൻ എഴുതാം അതേപോലെ, ബാക്കിയെല്ലാം അതേപോലെ എഴുതുക. പ്രൊവിഷൻ ഉണ്ടെങ്കിൽ പ്രൊവിഷൻ എന്താണ് എഴുതുക, അനാലിസിസ് എന്താണ് എഴുതുക, കൺക്ലൂഷൻ എന്താണ് എഴുതുക, കഴിഞ്ഞു. അത് സെക്കൻഡ് പാർട്ടിൽ എന്താണ് പറയുന്നത് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നല്ലോ. സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് നമ്മുടെ ആറ് മിസ്റെപ്രസെൻറ്റ് ചെയ്ത് കോപ്പർ ഫിൽറ്ററിന് പകരം എന്ത് ഫിൽറ്റർ, നോർമൽ ഫിൽറ്റർ ഉള്ള സാധനമാണ് പിക്ക് കൊടുത്തത് അല്ലേ? മിസ്റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് നമുക്ക് നല്ലപോലെ അറിയാം. ഏതൊരു കോൺട്രാക്റ്റിലും മിസ്റെപ്രസെൻറ്റേഷൻ വന്നാലും ആ കോൺട്രാക്റ്റ് എന്തായി പോവും? ഇൻവാലിഡ് ആയി പോവും. നിങ്ങൾ പ്രൊവിഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം മിസ്റെപ്രസെൻറ്റേഷൻ വരുന്ന കോൺട്രാക്റ്റ് ഒക്കെ ഇൻവാലിഡ് ആണ്. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. ആറ് അങ്ങനെ മിസ്റെപ്രസെൻറ്റേഷൻ ചെയ്തിട്ട് നമ്മുടെ പിക്ക് സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ, സോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എസ് ഷുവർട്ടി ആണെന്നോ പി ഡെപ്റ്റർ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആണെന്നോ അങ്ങനെയൊന്നും ഇല്ല. എസിനെതിരെ കേസ് കൊടുക്കാമെന്നോ ഒന്നുമില്ല. ആ കോൺട്രാക്റ്റ് അവിടെ ഇൻവാലിഡ് ആയിപ്പോൾ. ആ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി അവിടെ ഇൻവാലിഡ് ആയിപ്പോൾ. നമ്മുടെ ഇവിടുത്തെ കോൺട്രാക്ട് ഏതാണ്? കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആണ്. ആ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി അവിടെ ഇൻവാലിഡ് ആയിപ്പോൾ. അതുകൊണ്ട് എസ്സിന് നേരെ പോയിട്ട് നമ്മുടെ ആറിന് കേസ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അതാണ് നമ്മുടെ ഈ സെക്ഷനിൽ പറയുന്നത്, ഈ പാർട്ട് ഓഫ് ക്വസ്റ്റ്യനിൽ പറയുന്നത്, സെക്കൻഡ് സിറ്റുവേഷനിൽ പറയുന്നത്. അപ്പം നമ്മുടെ പ്രൊവിഷൻ എന്താണെന്ന് നമുക്ക് എഴുതാം. ഏത് സെക്ഷനാണ്? 142ലാണ് നമ്മുടെ ഇത് പറയുന്നത്. അക്കോർഡിംഗ് ടു ദി സെക്ഷൻ 142 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എന്താണ്? ഇനി ഗ്യാരണ്ടി which has been obtained with misrepresentation from the creditor or with his, അയാൾ തന്നെ ചെയ്യണമെന്നില്ല, അയാളുടെ അറിവിൽ വേറെ ആരും ചെയ്താലും മതി, with his knowledge or assent. എന്തിനെ കുറിച്ചായിരിക്കണം? about material facts of the transaction എന്താണ്? ഈസ് ഇൻവാലിഡ്. അത്രേ ഉള്ളൂ. എന്തെങ്കിലും മിസ്റെപ്രസെൻറ്റേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് എന്തായിപ്പോൾ? ഇൻവാലിഡ് ആയിപ്പോൾ. ഇത്രയേ ഉള്ളൂ നമുക്ക് ആ ഒരു സെക്ഷനിലെ പ്രൊവിഷൻ. വേറെ ഒന്നും ഈ പ്രൊവിഷനിൽ പറയുന്നില്ല. ജസ്റ്റ് ഈ മിസ്റെപ്രസെൻറ്റേഷൻ്റെ പ്രൊവിഷൻ മാത്രമേ പറയുന്നുള്ളൂ. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എടുത്തേക്കുന്നത് നമ്മുടെ ക്രെഡിറ്റർ അയാളുടെ അറിവിലോ അല്ലെങ്കിൽ അയാൾ തന്നെയോ അയാളുടെ ഇഷ്ടത്തിന് മെറ്റീരിയൽ ഫാക്ട്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് വിൽക്കുവാണെങ്കിൽ കഴിഞ്ഞു. അവിടെ കോൺട്രാക്റ്റും ഇല്ല, ഒന്നുമില്ല. അതാണ് നമ്മുടെ പ്രൊവിഷൻ. അപ്പോൾ ഇനി അനാലിസിസ് എഴുതിയാലോ? ഒന്നുമില്ല. അനാലിസിസിൽ ഇത്ര എഴുതുക. കോപ്പർ ഫിൽറ്ററിന് പകരം നമ്മുടെ ആറെടുത്ത് നോർമൽ ഫിൽറ്ററുള്ള സാധനം വിറ്റ്. വേറൊന്നും എഴുതണ്ട, സിമ്പിൾ. അതാണ് പറഞ്ഞത് 7 മാർക്കിനാണേലും ഇവിടെ 6 പോയിന്റ്സ് നമ്മൾ എഴുതുന്നുണ്ട്. ആദ്യത്തെ പ്രൊവിഷൻ അനാലിസിസ് കൺക്ലൂഷൻ, പിന്നെ പ്രൊവിഷൻ അനാലിസിസ് കൺക്ലൂഷൻ. ഇത്ര എഴുതി ചെറിയ ചെറിയ സെൻറ്റൻസ് എഴുതേണ്ട കാര്യമേ ഉള്ളൂ. കാരണം 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. പക്ഷേ 7 മാർക്കാണ്. അപ്പോൾ നിങ്ങളതിനെ പെട്ടെന്ന് വാരി വലിച്ച് എല്ലാം ഇങ്ങനെ എഴുതാൻ നിന്നിട്ടൊന്നും കാര്യമില്ല. പോയിന്റ് വൈസ് എഴുതുമ്പോൾ ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് അറിയാവുന്ന രീതിയിൽ. കാര്യം നമുക്ക് ഏറ്റവും വലിയ സെക്ഷനൊന്നുമല്ല ചോദിച്ചിരിക്കുന്നത്, ചെറിയ സെക്ഷൻസാണ് ചോദിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം നല്ല അത് എഴുതുമ്പോൾ ഉള്ള പോയിന്റ്സ് എല്ലാം കറക്റ്റായിട്ട് എഴുതാൻ നോക്കാം. ദാറ്റ്സ് ഇറ്റ്. അനാലിസിസിൽ ഇവിടെ എന്താണ് നടക്കുന്നത്? ഇൻ ദ ഗിവൺ കേസ് ആർ sold normal purifier അല്ലല്ലോ filter, sorry, normal filter water purifier instead of copper filter water purifier to be, even if we specified copper filter. കോപ്പർ ഫിൽറ്റർ തന്നെ വേണമെന്ന് പി പറഞ്ഞിട്ടും നോർമൽ ഫിൽറ്ററുള്ള വാട്ടർ പ്യൂരിഫയർ ആണ് നമ്മുടെ 6 വിറ്റത് അല്ലേ? അങ്ങനെ ചെയ്യാൻ കൊള്ളാവൂ. എനിവേ നമുക്ക് കൺക്ലൂഷനിലോട്ട് ചെല്ലാം.
എന്താണ് കൺക്ലൂഷൻ? ആറിന് കേസ് കൊടുക്കാൻ പറ്റുമോ എസിനെതിരെ? അതായത് എസ് ഷുവർട്ടിയാണ്, പ്രിൻസിപ്പൽ ബയർ ആയിട്ടുള്ള ആരാപ്പി പൈസ തരത്തില്ല എന്ന് പറയുമ്പോൾ ആറ് ഓൾറെഡി മിസ്റെപ്രസെൻറ്റേഷൻ ചെയ്തിട്ടിരിക്കുകയാണ്. പുള്ളിക്കാരന് കൊടുക്കാൻ പറ്റുമോ എസിനെതിരെ കേസ്? പറ്റില്ല. ഇത്ര എഴുതുക. അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻ or sold the water purifier by means of misrepresentation. അല്ലേ? മിസ്റെപ്രസെൻറ്റേഷൻ്റെ മീൻസിലല്ലേ പുള്ളിക്കാരൻ വിറ്റത്? മിസ്റെപ്രസെൻറ്റേഷൻ. therefore എന്ത് സംഭവിക്കും? therefore the contract of guarantee become insolvent. Invalid. Invalid. R can't you? Yes. ഇത്രയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എഴുതേണ്ടത്. കാര്യം നമ്മുടെ 7 മാർക്ക് ക്വസ്റ്റ്യൻ നമ്മൾ ഇത്രയേ എഴുതുന്നുണ്ട്. ആദ്യത്തെ പ്രൊവിഷൻ അനാലിസിസ് കൺക്ലൂഷൻ, സെക്കൻഡ് കേസിലെ പ്രൊവിഷൻ അനാലിസിസ് കൺക്ലൂഷൻ. നിങ്ങൾക്ക് 7 മാർക്സ് കണ്ണും പൂട്ടി കിട്ടും എല്ലാ കാര്യം കറക്റ്റായിട്ട് എഴുതുവാണെങ്കിൽ. ഏതൊക്കെ സെക്ഷനാണ് ചോദിച്ചേക്കുന്നത്, എന്തൊക്കെയാണ് ചോദിച്ചേക്കുന്നുള്ളത് കറക്റ്റായിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 7 മാർക്സ് കണ്ണും പൂട്ടി കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും, 2 പാർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഇതെല്ലാം ഇതേ രീതിയിൽ നിങ്ങൾ ഡീകോഡ് ചെയ്തെടുത്തിട്ട് കറക്റ്റായിട്ടുള്ള പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ എഴുതി നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ എല്ലാം അണ്ടർലൈൻ ചെയ്യാൻ ശ്രമിക്കാം. അണ്ടർലൈൻ ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് പാർട്ടിലെ സെക്ഷനിൽ നമ്മൾ ആദ്യം എന്തൊക്കെ അണ്ടർലൈൻ ചെയ്യണം? ടു പെർഫോം എ പ്രോമിസ് ഓർ ഡിസ്ചാർജ് എ ലയബിലിറ്റി ഓഫ് ദ തേർഡ് പേഴ്സൺ എഴുതാം. രണ്ടാമത്തിൽ എന്താണ്? കോഎക്സ്റ്റെൻസീവ് എന്നുള്ളത് കറക്റ്റായിട്ട് അണ്ടർലൈൻ ചെയ്യുക. അങ്ങനെ മെയിൻ പോയിന്റ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് ഇടുന്ന ആൾക്ക് വളരെ എളുപ്പമായിരിക്കും. മാർക്കിട്ട് പോയാൽ മതി. ഇനി കൺക്ലൂഷനിലോട്ട് ചെല്ലുമ്പോൾ എന്താണ്? കറക്റ്റായിട്ടുള്ള എഴുതുക. ആരാണ്? എസ് ഈസ് ലയബിൾ ടു പേ, ബി ഈസ് ലയബിലിറ്റി. കറക്റ്റായിട്ടുള്ളതെല്ലാം അണ്ടർലൈൻ ചെയ്ത് പോവുക. സെക്കൻഡ് കേസിലോട്ട് വരുമ്പോൾ എന്താണ്? എനി ഗ്യാരണ്ടി വിച്ച് ഹാസ് ബിൻ ഒബ്റ്റൈൻഡ് വിത്ത് മിസ്റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ ഈസ് ഇൻവാലിഡ്. അതുപോലെ തന്നെ താഴോട്ട് ചെല്ലുമ്പം കൺക്ലൂഷനിൽ എന്താ എഴുതുന്നത്? ബൈ മീൻസ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ്. അതുകൊണ്ട് ദ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി വിൽ ബി ഇൻവാലിഡ്. ആറിന് എസിനെതിരെ സ്യൂ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ കറക്റ്റ് എഴുതാം. ഇനി നമുക്ക് ICAI പ്രൊവൈഡ് ചെയ്ത ആൻസർ കീയിൽ കൊടുത്തേക്കുന്നത് കണ്ടോ? നിങ്ങളിതൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയോ. ഓക്കെ, ഇതിൽ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ എങ്ങനെയാണോ ഡീകോഡ് ചെയ്തെടുത്ത അതേ രീതിയിലാണ് ഡീകോഡ് ചെയ്ത്. അല്ലാണ്ട് അവർ പ്രൊവിഷൻ അനാലിസിസ് കൺക്ലൂഷന് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ICAI പ്രൊവൈഡ് ചെയ്തേക്കുന്ന ആൻസർ കീയിൽ കൊടുത്തേക്കുന്നത്. ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, വായിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനിയും നമ്മൾ വർക്കൗട്ട് സെക്ഷനിൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് തന്നെ കണ്ടുപോകുക. അപ്പോൾ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. സോ അടുത്ത വർക്കൗട്ട് സെക്ഷൻസും കറക്റ്റായിട്ട് കാണുക. ഇത് ബ്രേക്ക് ഇടാതിരിക്കുക. കമ്മ്യൂണിറ്റിയിൽ വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്ത് വെക്കുക. നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഇത്രയും വീഡിയോസ് കണ്ടതിൻ്റെ ഇതിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് വേണം ഈ വീഡിയോ കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും എവിടെയാണ് തെറ്റ്, എന്താണ് എഴുതുന്നത്, ഏത് പോയിൻ്റാണ് ഞാൻ മിസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പം എല്ലാവരും നല്ലപോലെ പഠിക്കുക. ബൈ.